സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോയിന്റ് നിലയിൽ കണ്ണൂർ മുന്നിൽ 194 പോയിന്റാണ് കണ്ണൂരിന്. 188 പോയിന്റുമായി കോഴിക്കോടും 187 പോയിന്റുമായി കൊല്ലവും തൊട്ടു പിന്നിലുണ്ട്. അശ്വിൻ വല്ലത്തുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ വല്ലത്ത്, ഒന്നാം ദിനം തന്നെ ശക്തമായ മത്സരം വിവിധ ജില്ലകൾ തമ്മിൽ നടക്കുന്നു. ഒപ്പം ആദ്യ ദിനം മത്സരങ്ങൾ പൂർത്തിയാകാറായോ, സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല ചിലയിടങ്ങളിലെങ്കിലും എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴെന്താണ് സാഹചര്യം? വേദികൾ ഇപ്പോഴും സജീവമാണോ? രേണുക, വാശിയേറിയ മത്സരം തന്നെയാണ് കോഴിക്കോട് കലോത്സവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് കാണാം, പോയിന്റ് പട്ടികയിൽ വിവിധ ജില്ലകൾ മാറി മാറി വരുന്നു. നേരത്തെ തൃശൂർ ജില്ല 3-ാം സ്ഥാനത്ത് എന്ന സ്ഥലത്ത് ഇപ്പോൾ തൃശൂരിനെ പിന്തള്ളി കൊല്ലം ജില്ല 3-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. തൃശൂർ 4-ാം സ്ഥാനത്തേക്കും പാലക്കാട് 5-ാം സ്ഥാനത്തേക്കും മാറിയിരിക്കുന്നു. ഇങ്ങനെ ജില്ലകൾ തമ്മിൽ ഒരു വാശിയേറിയ മത്സരം ആദ്യ ദിനം മുതൽ തന്നെ നടക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് വലിയ മത്സരങ്ങൾ, കൂടുതൽ പോയിന്റുകൾ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള സാധ്യതകൾ വരുന്നു. ഇനിയും ഒരുപക്ഷെ പോയിന്റ് പട്ടികയിൽ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ വന്നേക്കാം. പിന്നിൽ നിന്നവർ മുന്നിലേക്ക് വന്നേക്കാം. അത്തരത്തിലുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ മത്സരം രാത്രിയോടടുക്കുമ്പോൾ ഉയരുന്ന ഒരു പരാതി, സമയക്രമത്തിൽ പല വേദികളിലും സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രധാന വേദിയിൽ ഇപ്പോഴും സംഘനൃത്തം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഗസൽ ടൗൺ ഹാളിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ തരത്തിൽ പലയിടങ്ങളിലും 2 മണിക്കൂർ 3 മണിക്കൂറും ഒക്കെ വൈകി മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പരമാവധി സമയക്രമം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംഘാടകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് സമയക്രമം പാലിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ ആദ്യ ദിവസത്തിൽ മത്സരം തീരാനാവുമ്പോൾ, ആദ്യ രാത്രി പിന്നിടുമ്പോൾ, കലോത്സവം പിന്നിടുമ്പോൾ പലയിടങ്ങളിലും സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല. പക്ഷേ മുന്നോട്ടേക്ക് പോകുമ്പോൾ, നാളെയൊക്കെ ആകുമ്പോഴേക്ക് ഇത് പാലിക്കാൻ കഴിയും. ഇന്നിപ്പോൾ ഉദ്ഘാടന സെഷൻ അടക്കമുള്ളത് കൊണ്ടാണ് അല്പം വ്യത്യാസം വന്നത് എന്ന് സംഘാടകർ പറയുന്നു. നാളെ രാവിലെ മുതൽ തന്നെ നാടക മത്സരം ഉൾപ്പെടെയുള്ളവയുണ്ട്. അതോടുകൂടി തന്നെ മത്സരം ഇനിയും കടുക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായൊരു കോൽക്കളി മത്സരത്തിൽ ഉണ്ടായൊരു ചെറിയ പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ കല്ലുകടികൾ ഇല്ലാത്തതാണ് കലോത്സവം. ഒന്നാമത്തെ ദിവസം വളരെ ആവേശകരമാണ്. വലിയ ജനപങ്കാളിത്തമാണ് കോഴിക്കോട് ഉണ്ടാവുന്നത്. പ്രധാന വേദിയിലടക്കം വലിയ രൂപത്തിൽ ആളുകൾ എത്തുന്നു. നാളെ ഒപ്പന മത്സരമുണ്ട്. ഒപ്പന മത്സരമൊക്കെ ആകുമ്പോഴേക്ക് കോഴിക്കോട് പ്രധാന വേദി നിറഞ്ഞു കവിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ജനകീയമാണ് മേള എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ശരി, ജനകീയ മേളയാണ്. ഗ്ലാമർ ഇനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ വലിയ തിരക്കായിരിക്കും, ഇതിൽ കൂടുതൽ തിരക്കായിരിക്കും എന്നതാണ് അശ്വിൻ വല്ലത്ത് പറയുന്നത്. എന്തായാലും ഇപ്പോൾ സംഘനൃത്ത മത്സരം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്.